എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കണവ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. കണവ എന്ന് പറയും, അതല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയും അതിനെ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കണവയുടെ റെസിപ്പി. അപ്പോൾ നമ്മൾ ബ്ലോഗിൽ 2 റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജാൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതേസമയം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന റവ ഫിഷ് ഫ്രൈ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇടുന്നതിന് സ്പെസിഫിക് ടൈം വേണമെന്നല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരി, ഓക്കെ, എനിക്ക് പറ്റുന്നൊരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് 1:30. നമ്മുടെ ദുബായ് സമയം ഉച്ചയ്ക്ക് 1:30. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കേട്ടോ. ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 1:30 ഇനി മുതൽ മീനാസ് കറിവേലിൻ്റെ വീഡിയോസ് അപ്ലോഡിങ് ടൈം. വെള്ളിയും ശനിയും വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതായത് ആഴ്ചയിൽ 5 ദിവസം. അപ്പോൾ സന്തോഷമായല്ലോ. ഇനിയിപ്പോൾ വീഡിയോസിന് സമയമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, മീനാസ് കറിവേൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് എന്നോട് ചോദിക്കുന്ന കണവ റോസ്റ്റ്, അതായത് കൂന്തൽ റോസ്റ്റ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്ക്വിഡ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം കണവ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുക്കർ എടുക്കുക. നമ്മളിതിപ്പോൾ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആ കുക്കറിലോട്ട് ഒരു 15ഓളം ചെറിയുള്ളി, നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാള കേട്ടോ, ഒരു ചെറിയുള്ളിനെ ഒരു 3-4 കഷ്ണമായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണത്. ഒരുപാട് വെളുത്തുള്ളിയൊന്നും വേണ്ട. ചിക്കനൊക്കെ ചെയ്യണ പോലെ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. കാരണം ഈ കണവയിലോട്ട് ഒരുപാട് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ മസാലക്കുത്ത് കൂടുതലാവും, കണവയിലോട്ട് ഒരുപാട് അങ്ങ് പിടിക്കുകയില്ല. അതുകൊണ്ട് മസാലയൊക്കെ മിതമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മീഡിയം സൈസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി. ഇവിടെ ഞാനിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ മീഡിയം തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ചേർക്കാം നിങ്ങൾക്ക് ഇതിലോട്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം പൊടികളൊക്കെ കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വെച്ചിട്ട് അങ്ങ് ഞരടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. കാരണം ഞാനിപ്പോൾ ഇത് സ്ക്വിഡൊന്നും കഴിക്കാത്തതായതുകൊണ്ട് പിന്നെ സ്ക്വിഡ് ചേർത്ത് കഴിഞ്ഞ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മസാല നന്നായി കൈ കൊണ്ട് കുഴച്ചതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കും. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. എന്താ നല്ലൊരു വാസന വരുന്നതെന്നറിയോ, ഈ ചെറിയുള്ളിയും മുളകും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് കഴിക്കാം, ചോറുണ്ണാൻ പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ. വെളുത്തുള്ളി വളരെ കുറച്ച് മതി. വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ മല്ലിപ്പൊടി എപ്പോഴും കുറച്ചിടാനേ പാടുള്ളൂ, ഒരുപാടൊന്നും ഇടാൻ പാടില്ല. ഇപ്പോൾ നന്നായിട്ട് അങ്ങ് ഞരടി കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. ചെറിയൊരു പുളി മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. ഇത് ജാൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. പണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിലിട്ടുള്ള റെസിപ്പിയാണ്. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന പോലെ അങ്ങ് വെള്ളം ഒഴിക്കണ്ട. ഇങ്ങനെ തന്നെ നമുക്കൊരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് കണവ ക്ലീൻ ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വിളിച്ച് പറയുമ്പോൾ അവർ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം വീഡിയോ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല, ആരും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്തതിനോടൊരു അർത്ഥമില്ല. അപ്പോൾ വേണമെങ്കിൽ പറയൂ കേട്ടോ. ഓക്കെ, നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാൻ 1/2 മണിക്കൂറിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിൽ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കൂന്തലിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ നോക്കാം. പിന്നെ ഓരോ കൂന്തലനുസരിച്ചും കുക്കിംഗ് ടൈം വ്യത്യാസം വരും, അതനുസരിച്ച് നോക്കണം. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നും കൂടെ അടച്ച് വേവിക്കണം കേട്ടോ.
വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലത്തെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. കുക്കായിട്ടുണ്ടെന്ന് അറിയാമെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കൂന്തളതേ കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അടുത്തത് കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് മുറിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റബ്ബർ പോലെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തത് കുക്കായിട്ടില്ല എന്നാണ്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. പിന്നെ ഞാനിതിലൊട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള വെള്ളത്തിലാണ് ഇത് കുക്കായിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തോളൂ. ഞാൻ അടി പിടിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് കുക്കറാണ്, എനിക്ക് അടി പിടിക്കുന്ന പ്രശ്നം വരുന്നില്ല. അതും സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ കണവയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാൻ മറക്കരുത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി, ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ലുലുന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നേരെ തന്നെ നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന കണവയില്ലേ, വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണവയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സവാള ഞാൻ എടുത്തിരിക്കുന്നത്. ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആവുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ കണവ ചേർക്കുന്നതിനേക്കാൾ മുൻപ് ടേസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഉപ്പ് കറക്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഈ സവാളയിലേക്ക് ഒരു അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത്ര ആയാൽ മതി കേട്ടോ. നന്നായി വാടി ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കണവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. ഈ കണവയുടെ നമ്മൾ വട്ടത്തിൽ മുറിച്ചില്ലേ, അത് വേണമെങ്കിൽ കുറച്ചും കൂടെ വീതിയിൽ മുറിക്കാം. അപ്പോൾ ഇത് ഇനി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോഴാണ് ഞാനിപ്പോൾ ഇത് കണവ റോസ്റ്റാണ് ചെയ്യുന്നത്. ചാറ് പോലെയാണെന്നുണ്ടെങ്കിൽ വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചും കൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട്. പക്ഷെ അപ്പോൾ ചാറ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പൈസ് ലെവൽ മാറ്റം വരുത്തേണ്ടി വരും. കാരണം റോസ്റ്റ് ചെയ്യുമ്പോഴത്തെ സ്പൈസ് ലെവലല്ല നമ്മൾ ചാറ് പോലെ ആക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ കണവയ്ക്കും അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഒക്കെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കാവും, അതല്ലെങ്കിൽ കുറച്ചധികം സമയം എടുത്ത് കുക്ക് ചെയ്യണം. അതേസമയം മീഡിയം ടൈം എന്ന് പറയുമ്പോൾ അത് റബ്ബർ പോലെ ആവും. അപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കണവായൊക്കെ നമ്മൾ വെറുതെ ബാറ്ററിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി എടുക്കുന്ന പരിപാടിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണിയൻ റിംഗ് പോലെയൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക 1 മിനിറ്റ് കൊണ്ട് തന്നെ വറുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നാടൻ റെസിപ്പിക്ക് ആകുമ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. നാടൻ റെസിപ്പിക്കൊക്കെ എപ്പോഴും കുറച്ചും കൂടി സമയം എടുത്തിട്ട് കുക്ക് ചെയ്യണം. അതുപോലെ തന്നെയാണ് ചെമ്മീൻ്റെ കാര്യമാണെങ്കിലും. ചെമ്മീൻ ഒരിക്കലും റബ്ബറായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കുറച്ചധികം സമയം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് സമയം എടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ സവാളയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് ഇതിലോട്ടങ്ങ് യോജിക്കുകയുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊരു ചെറിയൊരു അളവിൽ ചെയ്തിട്ടുള്ളൂ. ഒരു 400 ഗ്രാം 500, ഒരു 1/2 കിലോ എന്ന് പറയുമ്പോൾ 2 പേർക്കൊക്കെ കഴിക്കാൻ ഒരു അളവേ കാണുള്ളൂ. അപ്പോൾ 4 പേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കേണ്ടി വരും, അതായത് 1 കിലോ. അപ്പോൾ എല്ലാതും അതിൻ്റെ രീതിയിൽ അളവ് കൂട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി മണി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് തരിയുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് തരിയോടുകൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആദ്യമേ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം സെർവ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത്, തേങ്ങക്കൊത്തും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങക്കൊത്ത് കടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ടതിന് ശേഷം ബ്രൗൺ കളർ ആയതിനു ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ കഴിക്കില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ സംഭവം അടിപൊളിയാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളതാണ്. നമ്മുടെ ബ്ലോഗിലുള്ള റെസിപ്പി തന്നെയാണ്. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തവ ഫിഷ് ഫ്രൈ ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണവയും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.
അന്നൊരു ചിരി വന്നു, ഫോട്ടോ എടുത്തപ്പോൾ ചിരി വന്നു, ചിരിക്കുറുക്ക്.